ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ ചീഫ് രഘുനാഥന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കോട്ടയം ഈസ്റ്റ് പോലീസാണ് രഘുനാഥന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പറയാത്ത കാര്യങ്ങൾ DC ബുക്സ് പുസ്തകത്തിൽ കൂട്ടിച്ചേർത്തുവെന്ന് രഘുനാഥ് മൊഴി നൽകി. കൂടുതൽ വിവരങ്ങൾ ഷിനോജ് നൽകും. ഷിനോജ്, ഇ.പി.യുടെ ആത്മകഥാ വിവാദത്തിൽ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? രഘുനാഥിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് തേടിയത്? ഹിമ, ഇ.പി. ജയരാജന്റെ ആത്മകഥ വിവാദത്തിൽ അത്തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ആത്മകഥ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ.പി. ജയരാജൻ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. ഈ അന്വേഷണം, കോട്ടയം ഈസ്റ്റ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണത്തിലാണ് ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ ചീഫായിട്ടുള്ള രഘുനാഥന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈസ്റ്റ് പോലീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് രഘുനാഥന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. നേരത്തെ തന്നെ ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയതാണ്. പ്രത്യേകിച്ച് തന്റെ ആത്മകഥയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ചെറിയ ചെറിയ കുറിപ്പുകളായി എഴുതി അത് ഇത്തരത്തിൽ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായിട്ടുള്ള രഘുനാഥന് കൈമാറിയിരുന്നതായി നേരത്തെ തന്നെ ഇ.പി. ജയരാജൻ മൊഴി നൽകിയതാണ്. മാത്രമല്ല, രഘുനാഥൻ നിന്നും ഇത് പ്രസിദ്ധീകരിക്കാമെന്ന ഉറപ്പോടുകൂടി DC ബുക്സ് വാങ്ങുകയും ചെയ്തിരുന്നു. DC ബുക്സിന്റെ മുൻ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയായിട്ടുള്ള A.V. ശ്രീകുമാറാണ് വാങ്ങിയത്. എന്നാൽ അത്തരത്തിൽ കൊടുത്ത കുറിപ്പുകളല്ല അവസാനം ഇത്തരത്തിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് വന്നത് എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായിട്ട് രഘുനാഥൻ കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയിരിക്കുന്നത്. കാരണം താൻ കൊടുക്കാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇ.പി. ജയരാജൻ പറയാത്ത കാര്യങ്ങളാണ് DC ബുക്സ് ഇത്തരത്തിൽ ഈ മൊഴി പുസ്തക രൂപത്തിൽ കൂട്ടിച്ചേർത്തതെന്നാണ് രഘുനാഥന്റെ മൊഴിയുള്ളത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഹിമ, ശരി. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിലാണ് ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ ചീഫായ രഘുനാഥന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. പറയാത്ത കാര്യങ്ങൾ DC ബുക്സ് പുസ്തകത്തിൽ കൂട്ടിച്ചേർത്തുവെന്നാണ് രഘുനാഥ് മൊഴി നൽകിയത്. ഷിനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.